Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് ആണെന്നുള്ള പ്രൂഫാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് ആണെന്ന് പറയുകയും അതിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻസ് നമ്മൾ എഴുതുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണിത് ട്രാൻസ്വേഴ്സ് ആവുന്നത് എന്ന് പറയുന്ന പ്രൂഫാണ് നമ്മളിവിടെ ഇന്ന് കാണുന്നത്. ഒരു വേവ് ട്രാൻസ്വേഴ്സ് ആവണമെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? ആ വേവിൽ വരുന്ന പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൽ വരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കണം എന്നതാണ്. ആ ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് നമ്മൾ ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ വേവ് ഇക്വേഷൻസ്, മാക്സ്വെൽസ് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത വേവ് ഇക്വേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡെൽ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ആൻഡ് del square b is equal to mu 0 epsilon 0 dou square b by dou t square. These two equations are familiar to you. So these are like wave equations that we have already studied. ഇതിൻ്റെ വൺ ഡയമെൻഷൻ കോംപ്ലക്സ് സൊല്യൂഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇ ഓഫ് സെഡ് കോമ ടി. ഹിയർ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ഇ ഓഫ് സെഡ് കോമ ടി ഈസ് ഈക്വൽ ടു E0 e raised to I kz minus omega t and b of z comma t is equal to b0 e raised to I kz minus omega t. Here b and e are complex wave functions. E0 and b0 are complex amplitudes. ഈ വേവ് ഇക്വേഷൻസ് മാക്സ്വെൽസ് റിലേഷൻസിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ മാക്സ്വെൽസ് റിലേഷൻസിൻ്റെ എല്ലാ സൊല്യൂഷനും ഈ ഒരു കോമൺ ഫോം സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒരു വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ട് വേവ് മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ് ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതും ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതുമായിട്ടുള്ള വേവ് ഇക്വേഷൻ, മാക്സ്വെൽസ് ഇക്വേഷൻസ്. സോ ദീസ് ആർ മാക്സ്വെൽസ് റിലേഷൻസ് ഇൻ ഫ്രീ സ്പേസ്. അപ്പോൾ ഫ്രീ സ്പേസിൽ നമ്മൾ മാക്സ്വെലിൻ്റെ രണ്ട് റിലേഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു 0 where E is a function of z comma t, that is the wave is propagating in z and it is time dependent. Then we know the Cartesian expansion of the vector differential operator. Vector differential operator del inde Cartesian coordinate systemത്തിലുള്ള expansion ആണ്. അതായത് x cap dou by dou x plus y cap dou by dou y plus z cap dou by dou z. നിങ്ങൾ ചിലപ്പോൾ i cap j cap k cap എന്നായിരിക്കും എക്സ് വൈ സെറ്റിന് വേണ്ടി കൺസിഡർ ചെയ്യാറ്. അത് പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഈ ഒരു എക്സ് ക്യാപ് ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യാപ് ഡോ ബൈ ഡോ വൈ പ്ലസ് സെഡ് ക്യാപ് ഡോ ബൈ ഡോ സെഡ് എന്ന് പറയുന്ന ഫോമാറ്റാണ് എടുക്കുന്നത്. ഐ ജെ കെക്ക് പകരം ഇവിടെ എക്സ് വൈ സെഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് മാത്രമേ. ഡോട്ട് ദിസ് ഇസ് ഡെൽ ആൻഡ് ഡോട്ട് ഇ ഓഫ് സെഡ് കോമ ടി, ദാറ്റ് ഇസ് വി ഹാവ് ഫൈൻഡ് ദിസ് E0 e raised to I kz minus omega t, E0 e raised to I kz minus omega t equal to 0. നൗ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് ആണ്. മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലേ? സോ ദിസ് ഇസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ വൺ ഡയറക്ഷൻ. ഇവിടെ z ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ z ഡയറക്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ആൻഡ് y. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഡോ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 ആണ്. ഡോ ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ that will be independent and it will goes to 0 and dou by dou y of this function again goes to 0. അപ്പോൾ dou by dou x എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ആയതുകൊണ്ട് ഈ രണ്ട് ഡിഫറൻസിയേഷൻസും നമുക്ക് 0 ആയിട്ട് പോകും, അല്ലെങ്കിൽ ആ ഡിഫറൻസിയേഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്കുള്ളത് z ക്യാപ്, ഈ ഡയറക്ഷൻ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഡോ ബൈ ഡോ സെഡ് ഓഫ് E0 e raised to I kz minus omega t equal to 0 എന്ന് കിട്ടണം. ആൻഡ് ഇത് 0 എന്നാണ് നമുക്ക് കിട്ടണം. ദാറ്റ് ഈസ് അവർ കണ്ടീഷൻ, ദാറ്റ് ഈസ് മാക്സ്വെൽസ് ഇക്വേഷൻ, അല്ലേ? ഡോ ബൈ ഡോ സെഡ് ഓഫ് E0 e raised to I kz minus omega t equal to 0. k എന്ന് പറയുന്നത് ഒരു വേവ് നമ്പറാണ്, z എന്ന് പറയുന്നത് പൊസിഷനാണ്, ഒമേഗ ഇസ് ഇറ്റ്സ് ആംഗുലർ ഫ്രീക്വൻസി, t ഇസ് ടൈം. ഇവിടെ സെറ്റും ടിയും 0 ആണെങ്കിൽ പോലും e raised to I into 0 എന്നാണ് വരിക. e raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to 1. That is ഈ ടേം e raised to exponential term never goes to 0 in this condition. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ 0 ആയിട്ട് മാറുന്നില്ല. അപ്പോൾ ഇത് 0 ആവുന്നില്ലെങ്കിൽ
ഏക പോസിബിലിറ്റി എന്താണ്, E0 എന്ന് പറയുന്ന കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് 0 ആവുന്നതാണ്. ആൻഡ് വി മസ്റ്റ് കൺസിഡർ ദിസ് സെറ്റ് കമ്പോണൻറ്റ് ഓഫ് E0, ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ Z ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് E0 ഓഫ് Z ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് Z ഡയറക്ഷനിലുള്ള ആംപ്ലിറ്റ്യൂഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ Z അല്ലേ. അവിടെ ആംപ്ലിറ്റ്യൂഡ് 0 ആയി കഴിഞ്ഞാൽ അവിടെ വേവ് ഫംഗ്ഷൻ 0 ആണ്, വേവ് 0 ആണ്. അപ്പോൾ this is possible only when E0 of Z is equal to 0. That is, electric field vector is absent in the direction of propagation of the wave. That is, electric field vector, suppose ഇതാണ് Z direction എങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ കമ്പോണൻറ്റ് ഉണ്ടാവില്ല. മേ ബി ഹിയർ ഓർ അപ് ടു പെർപെൻഡിക്കുലർ ടു ദിസ്. ഈ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനുകളിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ഒരിക്കലും വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഉണ്ടായിരിക്കില്ല. സോ ദിസ് ഇസ് the one result that we have obtained, that is, there is no component of electric field along the propagation direction. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ കമ്പോണൻ്റ് ഇല്ല എന്ന് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അത് ക്ലിയർ ആണല്ലോ. സിമിലർലി അതേപോലെ തന്നെ നമുക്കറിയാവുന്ന റിലേഷനാണ് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഇതേ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നു. എക്സ് ഡോ ബൈ ഡോ എക്സ് പ്ലസ് വൈ ഡോ ബൈ ഡോ വൈ പ്ലസ് സെഡ് ഡോ ബൈ സെഡ് ഡോട്ട് B0 e raised to I kz minus omega t, which is again goes to 0. ചെറുതായിട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. ദിസ് ഇസ് ഈക്വൽ ടു 0. ഇത് 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ സിമിലർ റിലേഷൻ, മോണോക്രോമാറ്റിക് ആണ്. അപ്പോൾ എക്സ് ആൻഡ് വൈ ഡിപ്പെൻഡൻസ് ഇല്ല. ഡോ ബൈ ഡോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, ഈ ടേം ഒരിക്കലും 0 ആയിട്ട് മാറില്ല. B0 ഓഫ് സെറ്റ് എന്ന് പറയുന്ന ടേം മാത്രമേ അത് 0 ആയാൽ മാത്രമേ എന്ത് കണ്ടീഷൻ, ഈ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ B0 ഓഫ് സെറ്റ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് എന്തില്ല, ആബ്സെൻ്റ് ഇൻ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റും ആബ്സെൻ്റ് ആണ്. സോ these are the two results we have obtained from Maxwell's relations. E0 of Z equal to 0 and B0 of Z equal to 0. That is, പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ആബ്സെൻ്റ് ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ, അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ വേവ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ആബ്സെൻറ്റ് ഓർ ദേ ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഹെൻസ് യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മൂന്നാമത് ഉള്ള മാക്സ്വെൽസ് ഇക്വേഷൻ്റെ തേർഡ് റിലേഷൻ, ദാറ്റ് ഈസ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നമുക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ള തേർഡ് റിലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. സോ ദിസ് ഇസ് അവർ തേർഡ് റിലേഷൻ. ഹിയർ ഈ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്കും ബിക്കും ഇതിൻ്റെ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ, കോംപ്ലക്സ് വേവ് സൊല്യൂഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡെൽ ക്രോസ് E0 e raised to I kz minus omega t is equal to minus dou by dou t of B0 e raised to I kz minus omega t. സിമിലർ മെത്തേഡ് നമ്മൾ ഇക്കും ബിക്കും നമ്മുടെ കിട്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഇവിടെ ശ്രദ്ധിക്കുക. അവിടെ ഇയും ബിയും ദാറ്റ് ഈസ് കപ്പിൾഡ് റിലേഷൻ ആണിത്. ഇ ആൻഡ് ബി ആർ കപ്പിൾഡ് ഹിയർ. നൗ ഡെൽ in the similar method, del can be expanded as x cap dou by dou x plus y cap dou by dou y plus z cap dou by dou z cross E0 e raised to I kz minus omega t. Okay, so here we have substituted this minus dou by dou t of E0 e raised to I kz minus omega t. There is no change here. Now നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് ആണ്. മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ ഡയറക്ഷൻ, പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഡയറക്ഷനായിട്ടുള്ള ഡിപ്പെൻഡൻസ് ഒക്കെ 0 ആണ്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഡോ ബൈ ഡോ എക്സ് വെച്ചിട്ടുള്ള ഡിഫറൻസിയേഷനോ ഡോ ബൈ ഡോ വൈ വെച്ചിട്ടുള്ള ഡിഫറൻസിയേഷനോ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ഓൺലി റിമൈനിങ് ടേം എന്താണ്, സെഡ് ക്യാപ് ഡോ ബൈ ഡോ സെഡ് ക്രോസ് E0 I e raised to I kz minus omega t, that is equal to minus dou by dou t B0 e raised to I kz minus omega t. So this is the solution from here. This is not the final solution. ഇതാണ് നമുക്ക് ഇവിടെ ഈ സ്റ്റെപ്പിൽ നമുക്ക് ഇവിടേക്ക് എത്തിയ കണ്ടീഷൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് ദിസ് E0 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് എ വെക്ടർ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് പറയുന്നത് ദിസ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ ദിസ് ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഡോ ബൈ ഡോ സെറ്റ് e raised to I kz minus omega t is independent of the
propagation. I cap, j cap, exponential function directions dependence. So we are writing this as set cap cross E0 dou by dou z of e raised to I k z minus omega t. Okay, here taking b0 outside this, set in the e0 depending on quantity, z is depending upon the exponential function. So differentiation e0 constant item consider differentiation that is actually much more better explanation. Z cross e0 dou by dou z of e raised to I k z minus omega t, minus b0 dou by dou t of e raised to I k z minus omega t. Now differentiating this with respect to, this is differentiation with respect to z and this is differentiation with respect to t. Z cross e0 is here, e raised to I k z minus omega t differential, e raised to I k z minus omega t into ik. Okay, and here minus b0 minus b0 is here, e raised to I k z minus omega t into minus I omega, since differentiation is with respect to t, minus I omega. Here I is I was there and I have already cancelled this I on both sides, and then the result is set cap cross e0 k e raised to I k z minus omega t is equal to minus b0 into minus omega e raised to I k z minus omega t. Here e raised to I k z minus omega t is common in both sides, so you can cancel this two terms. Then z cap cross e0 into k is equal to b0 omega. So from this b0, complex amplitude b0 is equal to k by omega into z cap cross e0. This result or this gives a clear cut conclusion about the direction of magnetic field. ഇവിടെ z എന്ന് പറയുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ്. E0 എന്ന് പറയുന്നത് ഇവിടെ ഒരു വെക്ടർ ആയിട്ട് എടുക്കാം, നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേമല്ല, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആണ്. സോ ഇറ്റ് ഈസ് ഹാവിങ് എ സർട്ടൻ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു സർട്ടൻ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ z ക്യാപ്പിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു ഡയറക്ഷനും ക്രോസ് പ്രൊഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ എ ക്രോസ് ബി ആണ് സി എങ്കിൽ സിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ z ക്രോസ് E0 എന്ന് പറയുമ്പോൾ z ഡയറക്ഷനും E0ൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക B0 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരിക. സോ z ഈസ് ദ വേ പ്രൊപ്പഗേറ്റിംഗ് ഡയറക്ഷൻ, ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഓൾറെഡി പഠിച്ചു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് എക്സിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, സെറ്റ് ക്രോസ് എക്സ്, ദാറ്റ് ഈസ് വൈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് വൈയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് പറയാം സെറ്റ് ക്രോസ് വൈ. സെറ്റ് ക്രോസ് വൈ എന്ന് പറയുമ്പോൾ ഓർഡർ ശ്രദ്ധിക്കുക, സെറ്റ് ക്രോസ് വൈ ആണെന്ന് പറയുന്നത് അപ്പോൾ മൈനസ് എക്സ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. സോ ഇവിടെ പറയുന്ന കണ്ടീഷൻ എത്രയേ ഉള്ളൂ, സെഡ് എന്ന് പറയുന്ന വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനും E0 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിലുണ്ടാവുക മാഗ്നറ്റിക് ഫീൽഡ് വരിക, വെക്ടർ വരിക. Because this shows that the direction of magnetic field vector is perpendicular to both the direction of propagation and the electric field vector. Okay, so this is obtained from this relation, and we are assuming that the electric field is in x direction. So I have already mentioned that k by omega into z cross x, that is y cap is k by omega into E0 y cap. Okay, now k by omega, that is kv is equal to omega ആണ്. അപ്പോൾ k by omega is equal to 1 by v. ഫ്രീ സ്പേസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ഹിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു c, so k by omega can be replaced as 1 by c. So b0, magnetic field b0 is equal to E0 by c. Here this complex representation these are complex and ordinary real amplitudes are differing only with sine and cosine terms. So even after removing this complex representation, this result will be always valid. So b0 is equal to E0 by c, which is the simplest relation between electric and magnetic field in the case of free space. Okay, so this is the proof of the proof for electromagnetic waves is a transverse wave, and this indicates that electric and magnetic fields are perpendicular to the direction of propagation. And there is one more thing, magnetic field is perpendicular to both the direction of electric and magnetic field. Thank you.